ഹരിശ്രീഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം പ്രഥമ സർഗഃ. സമുദ്രലംഘനം. ഹനുമാൻ സമുദ്രം കടക്കുന്നത്. തതോ രാവണനീതായ സീതായ ശത്രുകർശന ഈയേഷപദമന്യോഷ്ടും ചാരണാചരിതേപതി. പിന്നീട്, അതായത് ജാമ്പവാനിൽ നിന്ന് തൻ്റെ ബലവീരവേഗങ്ങൾ ഗ്രഹിച്ച ശേഷം ശത്രുനിഗ്രഹനായ ഹനുമാൻ ദേവമാർഗമായ ആകാശത്തിലൂടെ രാവണൻ കൊണ്ടുപോയ സീതാദേവിയുടെ വാസസ്ഥാനം അന്വേഷിക്കാൻ ആഗ്രഹിച്ചു. കാവ്യദേവതയുടെ നൃത്തരംഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗമാണ് രാമായണത്തിലെ സുന്ദരകാന്ഡം. സർവാംഗ സുന്ദരം, ശബ്ദാർത്ഥ പുഷ്കലം. രാമഭക്താഗ്രേസരനായ ഹനുമാൻ സമുദ്രലംഘനം, ലങ്കാപ്രവേശം, സീതാദർശനം, സമാശ്വാസനം, ലങ്കാദഹനം എന്നീ അത്ഭുത കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് രാമായണ കഥയെ മംഗളപര്യവസായിയായ സമാപനത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ദേവിയുടെ ദുഃഖത്തെ നീക്കിയതിനാൽ സുന്ദരകാന്ഡം എന്ന പേര് അന്വർത്ഥമായിരിക്കുന്നു. ഇനി സുന്ദര ശബ്ദത്തിന് ദൂതൻ എന്ന അർത്ഥമുണ്ട്. ദൂതനായ ഹനുമാന്റെ കാര്യനിർവഹണ വൈഭവം സൂചിപ്പിക്കുന്നതിനാൽ സുന്ദരകാന്ഡം എന്ന പേരിന് യുക്തി കൽപ്പിക്കുന്നു. ഇനി വേറൊന്ന് പറയണം എന്താ വെച്ചാൽ, നഷ്ടാർത്ഥസ്തു പുനർലാഭ സുന്ദര പരികീർത്തിത എന്ന പ്രമാണപ്രകാരം നഷ്ടപ്പെട്ട സീതാദേവിയെ കണ്ടുകിട്ടിയ കാണ്ഡമായതിനാൽ സുന്ദരകാന്ഡം എന്നർത്ഥം. മറ്റ് കാണ്ഡങ്ങളെ അപേക്ഷിച്ച് മഹാത്മ്യവും പാരായണാദികൾക്ക് ഫലവും അധികമുള്ളതിനാൽ സുന്ദരം എന്നൊരർത്ഥവും കൽപ്പിക്കുന്നു. തഥ എന്ന ശബ്ദത്തിൻ്റെ വിശദീകരണം. സമുദ്രലംഘനം സാധ്യമാണെന്ന് അംഗദനടക്കമുള്ള വാനരന്മാർ വ്യക്തമാക്കിയപ്പോൾ വൃദ്ധനായ ജാമ്പവാൻ ഹനുമാനിൽ അന്തർലീനമായ ബലവീര്യങ്ങളെ ഉണർത്തുകയും ആത്മവിശ്വാസം പ്രവൃത്തമാക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ദുഷ്കരം നിഷ്പ്രതീദ്വന്ദ്വം ചികീഷൻ കർമ്മവാനര സമുദ്രഗ്രശിരോഗ്രീവോ ഗവാംബരിവാബവോ. ദുഷ്കരവും എതിരില്ലാത്തതുമായ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹനുമാൻ തലയും കഴുത്തും ഉയർത്തിപ്പിടിച്ച കൂറ്റനെ പോലെ വിളങ്ങി. പ്രയാസമേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹത്തിൻ്റെ പ്രകടനം. അത വൈഡൂര്യവർണേഷു ശാധ്വലേഷു മഹാബല ധീരസലിലകൽപ്പേഷു വിജചാരായതാ സുഖം ദ്വിജാൻ വിത്രാസയൻ ധീമാൻ വരസാപാദവാൻ ഹരൻ മൃഗാംശ സുബഹു നിഗ്നൻ പ്രവൃദ്ധ ഇവ കേസരി. പിന്നെ മഹാബലവാനും ധീരനും ബുദ്ധിമാനുമായ ഹനുമാൻ പറവകളെ ഭയപ്പെടുത്തിയും നെഞ്ചുകൊണ്ട് ഉന്തി മരങ്ങളെ വീഴ്ത്തിയും അസംഖ്യം മൃഗങ്ങളെ കൊന്നും വൈഡൂര്യത്തിൻ്റെ കാന്തിയോട് കൂടിയവയും വെള്ളം പോലെ തോന്നുന്നവയുമായ പുൽത്തകിടികളിൽ യുവസിംഹത്തെ പോലെ ഉലാത്തിക്കൊണ്ടിരുന്നു. നീലലോഹിതമാഞ്ചിഷ്ട പത്മവർണേ സിദാസിദേ സ്വഭാവവിഹിതേ ചിത്രേ ധാതുഭി സമലം ഘൃതം കാമരൂപി വിരാവിഷ്ടം അഭീഷ്ണം സവരിച്ഛദേഹി യക്ഷകിന്നരഗന്ധർവേ ദേവകൽപൈശ്ച പന്നഗൈഹി സേവ്യമാനോ ഗിരിശ്രേഷ്ഠേ ബഹുനാഗവരായുധേ തിഷ്ടൻ കവിവരസ്തത്ര ഹൃദേ നാഗൈവാബവോ. സ്വാഭാവികമായ നീല, ചുവപ്പ്, മഞ്ഞ, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളോടുകൂടിയ വെളുത്തും കറുത്തുമുള്ള വിചിത്രങ്ങളായ കാവിക്കല്ലുകളാൽ അലങ്കരിക്കപ്പെട്ട ഇഷ്ടരൂപധാരികളായ യക്ഷകിന്നര ഗന്ധർവന്മാരോടുകൂടിയ ദേവതുല്യരായ നാഗങ്ങൾ നിറഞ്ഞ ഗജവീരന്മാരോടുകൂടിയ പൂജാർഹമായ ആ പർവ്വതത്തിൽ നിൽക്കുന്ന വാനരവീരൻ കയത്തിൽ ആന എന്ന പോലെ ശോഭിച്ചു. സൂര്യായ മഹേന്ദ്രായ പവനായ സ്വയംഭുവേ ഭൂദേവ്യശ്ചാഞ്ജലിം കൃത്വ ചകാരാഗമനേ മതിം അഞ്ജലിം പ്രാമുഖക്കുർവൻ പവനായാത്മയോനയെ മനസാ വന്ദ്യരാമായ ലക്ഷ്മണായ മഹാഹരിഃ. സരിതസാഗരാംശ്ചാപി പ്രണമ്യ ശിരസാ ഹരി ലതിംസ്ഥാൻ സംപരിഷ്വജ്യ കൃത്വാ ചാപി പ്രദക്ഷിണം. വാനരോത്തമനായ ഹനുമാൻ സൂര്യഭഗവാനെയും ദേവേന്ദ്രനെയും പാപനാശനനും പിതാവുമായ വായുഭഗവാനെയും ബ്രഹ്മാവിനെയും ഭൂതങ്ങളെയും കൈകൂപ്പി നമസ്കരിച്ച് യാത്രയെപ്പറ്റി ചിന്തിച്ചു. പിന്നെ കിഴക്കോട്ട് നോക്കി സ്വപിതാവായ വായുദേവനെ കൈകൂപ്പി വണങ്ങി. മനസ്സുകൊണ്ട് രാമലക്ഷ്മണന്മാരെ നമസ്കരിച്ചു. നദികളെയും സമുദ്രങ്ങളെയും ശിരസ്സു കുനിച്ച് അഭിവാദ്യം ചെയ്തു.
അനന്തരം ബന്ധുമിത്രാദികളെ ആലിംഗനം ചെയ്ത് പ്രദക്ഷിണം വെച്ച് യാത്രയിൽ മനസ്സുറപ്പിച്ചു. ഹനുമാൻ സൂര്യനിൽ നിന്നാണ് വ്യാകരണാദി ശാസ്ത്രങ്ങൾ അഭ്യസിച്ചത്. അതിനാൽ ഗുരുവന്ദനം കൂടി നിർവഹിക്കുകയാണ് ഇവിടെ. വായുവിനെ രണ്ടാമതും വന്ദിച്ചത് സമുദ്രലംഘനത്തിന് ശക്തമായ വിധം സ്വശരീരത്തെ വളർത്തുവാനാണെന്ന് സർവാർത്ഥസാര വ്യാഖ്യാനത്തിൽ പറയുന്നു. അധിഷ്ഠ മാർഗമാവൃത്യ പുണ്യം വായുനിഷേവിതം പുനരാഗമനായേതി വാനരേരവിപൂജിത. സുഖമായിട്ട് പോയി വരൂ എന്ന് വാനരന്മാർ ഹനുമാനെ ആശീർവദിച്ചു. ഹനുമാനാകട്ടെ വായു സഞ്ചരിക്കുന്ന പരിശുദ്ധമായ മാർഗം ഏതെന്ന് നോക്കി നിന്നു. പിതാവിൻ്റെ പരോക്ഷ സാന്നിധ്യവും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഹനുമാൻ അങ്ങനെ നിന്നത്. ഇഹൈവ തിഷ്ഠതേ തുക്താപദക്ഷിണമതാകരോത് തതോ ഹീവ വൃതേ ഗന്ധും ദക്ഷിണോ ദക്ഷിണാം ദിശം. ഇവിടെ തന്നെ കാത്തിരിപ്പിൻ എന്ന് പറഞ്ഞ് ദക്ഷിണനായ ഹനുമാൻ അവരെ പ്രദക്ഷിണം ചെയ്ത് തെക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി പോകുവാൻ ശരീരം വലുതാക്കി അല്ലെങ്കിൽ വളർന്നു. പ്ലവങ്ക പ്രവരേ ദൃഷ്ട പ്ലവനേ കൃതനിശ്ചയ വവൃതേ രാമവൃദ്ധ്യർത്ഥം സമുദ്ര ഇവ പർവസു. വാനരമുഖ്യന്മാർ നോക്കി നിൽക്കെ തന്നെ സമുദ്രലംഘനത്തിലും രാമകാര്യത്തിലും മനസ്സുറപ്പിച്ച് വാവിനാളിലെ സമുദ്രം പോലെ ഹനുമാൻ പ്രവൃദ്ധ ശരീരനായി തീർന്നു. നിഷ്പ്രമാണ ശരീരസൻ ലിലങ്കയേ ശൂരർണവം പ്രഗൃഹ്യ ബലവാൻ ബാഹു ലങ്കാമഭിമുഖസ്ഥിത ബാഹുഭ്യാം പീഡയാമാസ ചരണാഭ്യാം ച പർവ്വതം. ബലവാനായ ഹനുമാൻ ഇരുകൈകളും മുമ്പോട്ട് നീട്ടി ലങ്കയെ ലക്ഷ്യമാക്കി സമുദ്രലംഘനം ചെയ്യാൻ നിശ്ചയിച്ച് അളവറ്റ ആകാരത്തോടുകൂടി കൈകാലുകളാൽ മഹേന്ദ്രപർവ്വതത്തെ ഊക്കോടെ അമർത്തി. അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ ഈ ഭാഗം വർണ്ണിച്ചിരിക്കുന്നത് അതിവിപുലകള കിമഭിനഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ കേതിയായി കേതുമേ ഇതി പവന തനയനുരജെയ്തുവാലും നിജ മേറ്റമുയർത്തി പരത്തി കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്ന കുഞ്ചിതാംഗ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു എന്ന ഭാഗം തുഞ്ചതീർത്ഥത്തിൻ്റെ സ്വന്തമായിട്ടുള്ളതാണ്. സ ചചാലാചലശ്ചാഭിമുഹൂർത്തം കവിപീഡിത തരുണാം പുഷ്പിതാഗ്രാണം സർവം പുഷ്പമശാദയത്. വാനരനാൽ അമർത്തപ്പെട്ട ആ പർവ്വതം അജലമാണെങ്കിലും അല്പനേരം കുലുങ്ങി. വൃക്ഷാഗ്രങ്ങളിലെ പുഷ്പങ്ങൾ പോലും ഉതിർന്നു വീണു. തേന പാദവമുക്തേന പുഷ്പൗകേണ സുഗന്ധിന സർവത സംവൃതശൈലോ ബഭോ പുഷ്പമയോ യഥാ. വൃക്ഷങ്ങളിൽ നിന്ന് ഉതിർന്ന സുരഭില പുഷ്പങ്ങളാൽ നിറയെ മൂടപ്പെട്ട ആ പർവ്വതം പുഷ്പമയമായിട്ട് ശോഭിച്ചു. വീര്യമാനസ്തു ബലിന മഹേന്ദ്രസ്തേന പർവ്വത കലിലം സംപ്രസോ സ്രാവ പദമത്തായിവദ്ദിവ. കരുത്തനായ ഹനുമാനാൽ അതിശക്തമായി അമർത്തപ്പെട്ട മഹേന്ദ്രപർവ്വതം മതജലമൊലിക്കുന്ന ഗജവീരനെ പോലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി. തേനജോത്തമ വീര്യേണ പീഡ്യമാന സപർവത രീതിർനിർവർത്തയാമാസ കാഞ്ചനാഞ്ജനരാജ്യതി. ബലവാനായ കവിവീരനാൽ അമർത്തപ്പെട്ട ആ പർവ്വതം പിളർപ്പുകളിലൂടെ സ്വർണം, വെള്ളി, അഞ്ജനം പറയുമ്പോൾ മഷിക്കല്ല് എന്നിവയുടെ രേഖകളെ പ്രദർശിപ്പിച്ചു. മുമോജാജശിലാശൈലോ വിശാല സമനശില മധ്യമേനാച്ചുഷ ജുഷ്ടോ ധൂമരാജീരിവാനല. മധ്യനിരയോളം ഉയർന്ന അങ്കി, പുകപടലങ്ങൾ എന്ന പോലെ അഗ്നി, മധ്യനിരയോളം ഉയർന്ന അഗ്നി, പുകപടലങ്ങൾ എന്ന പോലെ ആ പർവ്വതം നിരവധി ധാതുദ്രവ്യങ്ങൾ അടങ്ങിയ വിസ്തൃതങ്ങളായ പാറകളെ ചവിട്ടിൻ്റെ ശക്തിയാൽ പുറത്തേക്ക് തട്ടി. ഹരിണ പീഡ്യമാനേന പീഡ്യമാനാനി സർവശ ഗുഹാവിഷ്ടാനി ഭൂതാനി വിനേ ദുർവിഹൃതേശ്വരേ. കബീന്ദ്രനാൽ അമർക്കപ്പെട്ട പർവ്വതത്തിലെ ഗുഹകളിൽ കഴിഞ്ഞിരുന്ന ജന്തുക്കൾ ഞെരുങ്ങിപ്പോയതിനാൽ നാനാഭാഗങ്ങളിൽ നിന്നും ദീനസ്വരങ്ങൾ പുറപ്പെടുവിച്ചു. സ മഹാതത്വസന്നാദ ശൈലപീഠാനിമിത്തജ പൃഥ്വിം പൂരയാമാസ ദിശശ്ചോപവനാനിജ. പർവ്വതത്തെ അമർത്തിയ കാരണം കരുത്തരായ ജന്തുക്കളുടെ ദീനരോധനം എല്ലാ ദിക്കുകളിലും വ്യാപിച്ചു. ശിരോഭി പൃഥുഭി സർപ്പ വ്യക്തസ്വസ്തികലക്ഷണേഹി
വമന്തപ്പാവകം ഘോരം ദദംശൂർദശനേശിലാഹ. സർപ്പങ്ങൾ തിളക്കമാർന്ന സ്വസ്തിക ചിഹ്നത്തോടു കൂടിയ വലിയ ഫണങ്ങളാൽ രൂക്ഷമായ വിഷാഗ്നി വമിച്ചുകൊണ്ട് വിഷപ്പല്ലുകളാൽ പാറകളെ കുത്തി. താസ്തദാസ വിഷേദഷ്ടാകുപിതൈസ്തീർമഹാശിലാഹ ജജ്വരൂപാവഗോദീപ്ത ബിബിദ്ദുശ്ചസഹസ്രത. കോപിച്ചവയും തീക്ഷ്ണവിഷത്തോടു കൂടിയവുമായ സർപ്പങ്ങളുടെ കടിയേറ്റ വൻപാറകൾ അഗ്നി ആളിപ്പിടിച്ച പോലെ ജ്വലിക്കുകയും ഉടനെ 1000 നുറുങ്ങുകളായി പതിക്കുകയും ചെയ്തു. യാനി ചൗഷധജാലാനി തസ്മിൻ ജാതാനി വർവതേ വിഷഗ്നാനപിതാഗാനാം നശേഘോഷമിതും വിഷം. ആ പർവ്വതത്തിലുള്ള വിഷം ശമിപ്പിക്കുന്ന പച്ചില മരുന്നുകളൊന്നും ആ പാമ്പുകളുടെ വിഷം ഇല്ലാതാക്കുന്നതിൽ വിജയിച്ചില്ല. അതായത് ഔഷധത്തെ അതിജീവിക്കുന്ന ഉഗ്രവിഷമാണ് എന്ന് സാരം. അപരേതു മഹാകായ വമന്തോഗ്നിം സ്വതേജസ കന്ദരേഭ്യോ വിനിഷ്പേതു കവിപാധനിവേഡിതാഹ. ഉഗ്രശരീരികളായ ചില സർപ്പങ്ങൾ സ്വവീര്യത്താൽ തീ തുപ്പിക്കൊണ്ട് ഗുഹകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവ വാനരവീരന്റെ കാഴ്ച വിട്ടേറ്റ് തകർന്നുപോയി. ശിരേരാക്രമ്യമാണസ്യ തരവസ്തരുണാങ്കുര മുമുജോ പുഷ്പവർഷാണി രക്തമുൽപലഗന്ധിന. ചവിട്ടി അമർത്തപ്പെട്ട മലയിലെ തളിരാർന്ന മരങ്ങൾ ചന്ദനഗന്ധത്തോടു കൂടിയ പുഷ്പങ്ങൾ വർഷിച്ചു. ഗൈരികാഞ്ചന സംജുഷ്ട വാരിദാലസമാവൃത യതീര്യന്ത ഗിരേസ്തസ്യ ശിലാസ്താവനശില. ചെങ്കാവിയും അഞ്ജനവും കലർന്നതും മഞ്ഞയും മനയോലയും ചേർന്നതുമായ പർവ്വതത്തിലെ പാറകൾ ഹനുമാന്റെ പാദസമ്മർദ്ദത്താൽ പൊട്ടിച്ചിതറി. സ ചന്ദനാരുണസ്താമ്രശ്ചിത്രകാരണധാതുഭി ക്ഷിപ്ത ശിഖിനിഭേദീഭേദീപ്തകേരികധാതുഭിः. രക്തചന്ദന ചുവപ്പ് കലർന്ന് ചെമ്പിച്ചതും വനധാതുക്കളാൽ ചിത്രവർണ്ണോജ്വലവുമായ പർവ്വതം പ്രകാശിക്കുന്ന കാവിനിറമാർന്ന ധാതുക്കളാൽ തീനാളം പോലുള്ള കാന്തിയോടെ പിളർക്കപ്പെട്ടതായി തോന്നി. വിദ്യതേയം ഗിരിർഭൂതേരിതി മത്വാ തപസ്സിന ത്രസ്താവിദ്യാധരാസ്തസ്മാത് ഉൽപേതോ ശ്രീഗണേശഃ. പാനഭൂമിഗതം ഹിത്വാ ഹൈമമാസവഭാജനം പാത്രാണി ച മഹാർഹാണി ഖരകാംസ്യാ ലേഹ്യാനുച്ചാവജാൻ ഭക്ഷ്യാൻ മാംസാനി വിവിധാനി ച ആഷവാണി ച ചർമാണി ഗർഗാംസ്യാ കനകസ്തരൂൺ. ഭൂതങ്ങൾ ഈ പർവ്വതത്തെ പിളർക്കുന്നു എന്ന് കരുതി അവിടെ തപസ് ചെയ്യുന്ന ഋഷിമാർ പേടിച്ചു വിറച്ചു. സ്ത്രീകളോടുകൂടി ഉല്ലസിക്കാനായി എത്തിച്ചേർന്ന വിദ്യാധരന്മാർ സ്വർണ്ണനിർമ്മിതമായ മദ്യപാചനം, വിലപ്പെട്ട പാത്രങ്ങൾ, പൊൻകിണ്ടികൾ, സ്വാദിഷ്ടങ്ങളായ ഭക്ഷണപദാർത്ഥങ്ങൾ, മാംസം, കാളത്തൂൺ കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ, പൊൻപിടിയുള്ള വാളുകൾ എന്നിവ ഉപേക്ഷിച്ച് ഭയസംഭ്രാന്തരായി ആകാശത്തിലേക്ക് ഉയർന്നു. കൃതകണ്ഠഗുണാക്ഷീപ രക്തമാല്യാനുലേപന രക്താക്ഷ പുഷ്കരാക്ഷാശ്ച ഗഗനം പ്രതിവേദിരേ. കഴുത്തിൽ മാലയണിഞ്ഞ വെള്ളത്താമര ഇതളൊത്ത കണ്ണുകളുള്ള മദ്യപാനത്താൽ മതിമറന്ന വിദ്യാധരന്മാരുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി മറിഞ്ഞിരുന്നു. അവർ ആകാശത്തിൽ എത്തിച്ചേർന്നു. ആരനൂപുരകേയൂരാ പാരിഹാര്യധരാ സ്ത്രീയ വിസ്മിതാസസ്മിതഹസ്തസ്തു ആകാശേ രമണീസഹ. മുത്തുമാലകൾ, തളകൾ, തോൾവളകൾ, കൈവളകൾ മുതലായ ആഭരണങ്ങൾ അണിഞ്ഞ വിദ്യാധര സ്ത്രീകൾ ആശ്ചര്യത്തോടെ പുഞ്ചിരി തൂകി കാന്തന്മാരൊത്ത് ആകാശത്തിൽ നിന്നു. ദർശയന്തോ മഹാവിദ്യാം വിദ്യാധരമഹർഷയ സഹിതാസത്തുരാകാശേ ഈശാം ചക്രുശ്ച പർവ്വതം. വിദ്യാധരന്മാരും മഹർഷികളും ഒന്നിച്ചു നിന്ന് അണിമാദ്യഷ്ടസിദ്ധി പ്രഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ആകാശത്തിൽ നിന്ന് പർവ്വതത്തെ വീക്ഷിച്ചു. ശുശ്രുവുശ്ച തഥാ ശബ്ദം ഋഷീണാം ഭാവിതാത്മനാം ചാരണാനാം ച സിദ്ധാനാം സ്ഥിതാനാം വിമലേംബരേ. അപ്പോൾ നിർമ്മലമായ ആകാശത്തിൽ നിന്നിരുന്ന സിദ്ധന്മാരുടെയും ചാരണന്മാരുടെയും ഈശ്വര ധ്യാനനിഷ്ഠരായ മഹർഷിമാരുടെയും വാക്കുകൾ എല്ലാവരും കേട്ടു. യേശപർവ്വത സംഘാശോ ഹനുമാൻ മാരുതാത്മജ തിദീശതി മഹാവേഗ സമുദ്രം മകരാലയം. വായുപുത്രനും പർവ്വതതുല്യനും അതിശക്തനുമായ ഈ ഹനുമാൻ മകരമത്സ്യങ്ങളുടെ ആവാസസ്ഥാനമായ സമുദ്രത്തെ ചാടിക്കടക്കാൻ ഒരുങ്ങുന്നു. രാമാർത്ഥം വാനരാർത്ഥം ജാതികീഷൻ കർമ്മ ദുഷ്കരം സമുദ്രസ്യ പരംഭാരം ദുഷ്പ്രാപം പ്രാപ്തുമിച്ഛതി. ശ്രീരാമകാര്യാർത്ഥമായും വാനരാർത്ഥമായും മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത സമുദ്രലംഘനമെന്ന മഹാകാര്യം നിർവഹിക്കാൻ ഹനുമാൻ ആഗ്രഹിക്കുന്നു.
ഇതി വിദ്യാധരാ ശുദ്ധവജസ്തേഷാം തപസ്സിനാം തമപ്രമേയം ദദുഷു പർവ്വദേവാനരക്ഷവം. മഹർഷിമാരുടെ ഇപ്രകാരമുള്ള വാക്കുകേട്ട വിദ്യാധരന്മാർ ആ പർവ്വതത്തിൽ അത്ഭുതാകാരനായ വാനരശ്രേഷ്ഠനെ കണ്ടു. ദുദുവേച സരോമാണി ചകമ്പേ ചാജലോപമ ധനാദസുമഹാനാദം സുമഹാനിവതോയത. പർവ്വതതുല്യനായ ഹനുമാൻ രോമങ്ങൾ കൊഴിഞ്ഞു പോകുമാറ് ശരീരം ശക്തിയായി കുറഞ്ഞു. പിന്നീട് കാർമേഘം പോലെ അതിഘോരമായി സിംഹനാദം പുറപ്പെടുവിച്ചു. അനുപൂർവേണ വൃത്തം ജാലാങ്കൂലം രോമവിസ്ഥിതം ഉൽപ്പതിഷ്യൻ വിജിക്ഷേപ പക്ഷിരാജായിവോരകം. കൂതുച്ചയർന്ന് ചാടുവാൻ ഒരുങ്ങിയ ഹനുമാൻ ഇടതൂർന്നു വളർന്ന രോമങ്ങളോടുകൂടിയ ഉരുണ്ട വാലിനെ ഗരുഡൻ പാമ്പിനെ എന്ന പോലെ ചുഴറ്റി. തസ്യലാങ്കൂലമാവിദ്ധം അതിവേഗസ്യ പൃഷ്ഠത തദൃശേ ഗരുഡനേവ ഹ്രിയമാണോ മഹോരക. അതിവേഗത്തോടു കൂടിയ ഹനുമാന്റെ ചോറ്റപ്പെട്ട വാല് ഗരുഡനാൽ വലിച്ചു കൊണ്ടുപോകപ്പെട്ട മഹാസർപ്പം എന്ന പോലെ കാണപ്പെട്ടു. ബാഹോ സംസ്തംഭയാമാസ മഹാപരിഗസന്നിഭോ സസാദജഗഭിക്കഠ്യാം ചരണോ സഞ്ജുഗോപജ. ഹനുമാൻ ഇരുമ്പുതണ്ട് പോലെയുള്ള കൈകളെ ഇളകാതെ ഊന്നി അരക്കെട്ടിനെ ചുരുക്കി കാലുകളെ ഒതുക്കിപ്പിടിച്ചു. സംഹൃത്യ ജഭുജോ ശ്രീമാം തദൈവ ശിരോധരാം തേജസത്വം തഥാ വീര്യം അവിവേശസവീര്യവാൻ. വീര്യവാനും ശ്രീമാനുമായ ഹനുമാൻ അങ്ങനെ കൈകളെയും കഴുത്തിനെയും ചുരുക്കിക്കൊണ്ട് തേജസ്സിനെയും പൗരുഷത്തെയും വീര്യത്തെയും കഴിയുന്നത്ര സംഭരിച്ചു. സീതാദർശന ഔത്സുക്യത്താൽ തേജസ്, സമുദ്രലിംഗത്തിന് വേണ്ട സത്വം അല്ലെങ്കിൽ ബലം, രാക്ഷസ സംഹാരത്തിന് വേണ്ട വീര്യം എന്നിവ ഹനുമാനിൽ ആവേശിച്ചു എന്ന് അർത്ഥം. മാർഗമാലോകയൻ ദൂരാത് ഊർധ്വം പ്രണിഹിതേക്ഷണ ഗുരോധഹൃദയേ പ്രാണാൻ ആകാശം അവലോകയൻ. വളരെ ദൂരെ നിന്ന് ഹനുമാൻ ഊർധ്വദൃഷ്ടിയായി തനിക്ക് പോകേണ്ട ആകാശദേശത്തേക്ക് ഉറ്റുനോക്കി ഹൃദയത്തിൽ ശ്വാസത്തെ ഒരുക്കി നിർത്തി. പദ്ഭ്യാന്തരിടമവസ്ഥാനം കൃത്വാ സകവികുഞ്ചര നികുഞ്ച കർണോ ഹനുമാൻ ഉൽപ്പത്തിഷ്യൻ മഹാബല. വാനരാൻ വാനരശ്രേഷ്ഠ ഹിതം വചനമബ്രവീത്. മഹാബലവാനും കവിശ്രേഷ്ഠനുമായ ഹനുമാൻ ഇരുകാലുകളും ഉറപ്പിച്ചു ഊന്നിക്കൊണ്ട് ചെവികൾ വളച്ച് ആകാശത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഉദ്ദേശിച്ചു. കൂട്ടുകാരായ വാനരന്മാരോട് ഇപ്രകാരം പറഞ്ഞു. യഥാ രാഘവ നിർമുക്ത ശരശ്വസന വിക്രമ ഗച്ഛേതദ്ഗമിഷ്യാമി ലങ്കാം രാവണപാലിതാം. വായുവേഗത്തിൽ പോകുന്ന രാമബാണം പോലെ ഞാൻ രാവണ രക്ഷിതമായ ലങ്കയിലേക്ക് പോകും. മമ ജനകതതുശനഃ മതിജബലമംബരേ മാനേന ഭൂമുന്നിദാശരേശാലയേ അജതനയതനയശര സമമധികസാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം എന്നാണ് അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ. തടസ്സവും കാലതാമസവും കൂടാതെ താൻ ലക്ഷ്യത്തിലെത്തുമെന്ന് രാമബാണത്തോട് ഭൂമിച്ചിരിക്കുകയാണ് ഇവിടെ. നഹി രക്ഷ്യാമി യദിതാം ലങ്കായാം ജനകാത്മജാം അനേനൈവ ഹി വേഗേന ഗമിഷ്യാമി സുരാലയം. ലങ്കയിൽ സീതയെ കണ്ടില്ലെന്ന് വന്നാൽ ഈ വേഗതയിൽ തന്നെ ഞാൻ ദേവലോകത്തിലേക്ക് പോകും. യദി വാ ത്രിദിവേ സീതാം ന ദ്രക്ഷ്യാമി കൃതശ്രമ രാക്ഷസരാജാനം ആനയിഷ്യാമി രാവണം. ദേവലോകത്തിലും സീതയെ കാണാതെ വന്നാൽ രാക്ഷസ രാജാവായ രാവണനെ നിഷ്പ്രയാസം പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. സർവദാ കൃതകാര്യോഹം യേഷ്യാമി സഹ സീതയാ ആലയിഷ്യാമി വാലങ്കാം സമുൽപാട്യ സരാവണാം. എങ്ങനെയായാലും ഞാൻ കാര്യം സാധിച്ച് സീതയോട് കൂടി തന്നെ വരും, അല്ലെങ്കിൽ രാവണനോട് കൂടി ലങ്കാനഗരത്തെ അടിയോടെ പുറക്കി എടുത്തുകൊണ്ടുവരും. ഏവമുക്താദു ഹനുമാൻ വാനരാൻ വാനരോത്തമ ഉൽപപാദാത വേഗേന വേഗവാൻ അവിചാരയൻ സുവർണമിവ ജാത്മാനം മേനേ സകവികുഞ്ചര. വാനരന്മാരോട് ഇപ്രകാരം പറഞ്ഞ ശേഷം ഹനുമാൻ മറ്റൊന്നും ചിന്തിക്കാതെ അതിവേഗത്തിൽ താൻ ഗരുഡനാണ് എന്ന് ഭാവിച്ച് ഉടനെ മേൽപോട്ടുയർന്നു. സമുൽപതതി തസ്മിൻ സ്തു വേഗാത്തേ നഗരോഹിണ സംഹൃത്യ വിടവാൻ സർവാൻ സമുൽപേതോ സമന്തത. ഹനുമാൻ ഊക്കോടെ മേലോട്ട് ഉയർന്നപ്പോൾ മലയിലുള്ള മരങ്ങൾ കൊമ്പുകളെല്ലാം ഒതുക്കി 4 ദിക്കിൽ നിന്നും ഒപ്പം ഉയർന്നു.
സമർത്ഥകോയഷ്ടീഭഗാൻ പാദവാൻ പുഷ്പശാലിന ഉദ്വഹന്നൂരുവേഗേന ജഗാമാ വിമലേംബരെ. മതിച്ചു ഞാറപ്പക്ഷികൾ വധിക്കുന്നതും പൂക്കൾ നിറഞ്ഞവയുമായ വൃക്ഷങ്ങളെ തുടകളുടെ വേഗത്താൽ മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ഹനുമാൻ നിർമ്മലമായ ആകാശത്തിലേക്ക് കുതിച്ചു. ഊരുവേഗോദതാ വൃക്ഷമുഹൂർത്തം കവിമന്വയോ പ്രസ്ഥിതം ദീർഘമധ്വാനം സ്വബന്ധുമിവ ബാന്ധവാഹ. ദീർഘയാത്രയ്ക്ക് പുറപ്പെട്ട ഇഷ്ടജനത്തെ ബന്ധുജനങ്ങൾ എന്ന പോലെ ഊരുവേഗത്താൽ പൊങ്ങിയ വൃക്ഷങ്ങൾ കുറെ ദൂരം ഹനുമാനെ അനുഗമിച്ചു. തദൂരുവേഗാൻമതിത സാലാശ്ചാനേന ഗോത്തമാഹ അനുജഗ്മോ ഹനുമന്തം സൈന്യായിവ മഹീപതിം. ഹനുമാന്റെ ഊരുവേഗത്താൽ വേരറ്റുയർന്ന സാലവൃക്ഷങ്ങളും മറ്റു വൻമരങ്ങളും രാജാവിനെ ഭടന്മാർ എന്ന പോലെ ഹനുമാനെ പിന്തുടർന്നു ചെന്നു. പുഷ്പിതാഗ്രേ ബഹുബീപാദമേരന്യതക്കവി ഹനുമാൻ പർവ്വതാകാരോ ബഭൂവാത്ഭുതദർശന. നിറയെ പൂക്കളണിഞ്ഞു നിൽക്കുന്ന പലതരം വൃക്ഷങ്ങളാൽ ചൂഴപ്പെട്ട പർവ്വതതുല്യ ശരീരനായ ഹനുമാൻ എല്ലാവരുടെയും ആശ്ചര്യനിർഭരമായ വീക്ഷണത്തിന് പാത്രമായി. സാരവന്തോദയേ വൃക്ഷ നമഞ്ജൻ ലവണാംബസേ ഭയാദിവ മഹേന്ദ്രസ്യ പർവ്വത വരുണാലയേ. ഇന്ദ്രനെ പേടിച്ച പർവ്വതങ്ങൾ എന്ന പോലെ ഭീമാകാരങ്ങളും കരുത്തുറ്റവയുമായ മരങ്ങൾ സമുദ്രത്തിലെ ഉപ്പുവെള്ളത്തിൽ വീണ് മുങ്ങിപ്പോയി. ഇന്ദ്രൻ പർവ്വതങ്ങളെ ചിറകുമുറിച്ച് അജലങ്ങളാക്കി. ഹിമവാന്റെ പുത്രനായ മൈനാകം അന്ന് സമുദ്രത്തിൽ ഒളിച്ചു പാർത്തു. സ നാനാകുസുമേ ഗീർണാകവിസാംഗുരഘോരഗേഹി ശുശുവേ മേഘസങ്കാശ ഹദ്യോദേരിവ പർവ്വതഃ. പലതരം പൂക്കൾ, പൂമൊട്ടുകൾ, തളിരുകൾ, മിന്നാമിനുങ്ങുകൾ എന്നിവയാൽ അഴകാർന്ന മലയെന്ന പോലെ മേഘതദൃശ്യനായ കപീശ്വരൻ വിളങ്ങി. വിമുക്ത തസ്യ വേഗേന മുക്ത്വാ പുഷ്പാണി തേ ദ്രുമ അവാശീര്യന്തസലിലേ നിവൃത്ത സുഹൃദോ യഥാ. ദൂരദേശത്തേക്ക് പോകുന്ന ഇഷ്ടജനത്തെ യാത്രയച്ചു മടങ്ങുന്ന സുഹൃത്തുക്കളെ പോലെ ഹനുമാന്റെ ശിഖരഗതിയുടെ ചുഴിയിൽ നിന്ന് വിമുക്തങ്ങളായ വൃക്ഷങ്ങൾ പൂക്കൾ ഉതിർത്ത ശേഷം സമുദ്രത്തിൽ പാറി വീണു. ലഘുത്തേനോപപന്നം തദ്വിചിത്രം സാഗരേ പതത് ദ്രുമാണാം വിവിധം പുഷ്പം കവിവായോ സമീരിതം. വാനരന്റെ ഗതിവേഗം കൊണ്ടുള്ള കാറ്റേറ്റ് വൃക്ഷങ്ങളിൽ നിന്ന് ഉതിർന്ന പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ സമുദ്രത്തിൽ പതിച്ചു. താരാജിതമിവ ആകാശം പ്രഭവോ സമഹാർണവ. പല നിറത്തിലും തരത്തിലുമുള്ള പുഷ്പങ്ങൾ ചിതറിക്കിടക്കുന്ന ആ വൻകടൽ നക്ഷത്രാലങ്കൃതമായ ആകാശം പോലെ അത്യധികം ശോഭിച്ചു. പുഷ്പൈകേണാനുബന്ധേന നാനാവർണ്ണേന വാനരാഹ ബഭോ മേഘൈവോദ്യന്മൈ വിദ്യുൽഗണ വിഭൂഷിതഃ. മിന്നൽ പിണരിനാൽ അലങ്കൃതമായ മേഘം പോലെ വിചിത്ര വർണ്ണങ്ങളോടുകൂടിയ പൂക്കളാൽ ചുറ്റപ്പെട്ട ഹനുമാൻ വിളങ്ങി. തസ്യ വേഗസമാദൂതേ പുഷ്പൈസ്തോയമദൃശ്യത താരാഭി അഭിരാമാഭി ഹൃദിതാഭീരിവാംബരം. ഉദിച്ച നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ആകാശമെന്ന പോലെ ഹനുമാന്റെ വേഗത കൊണ്ട് ചിതറി വീണ പൂക്കളാൽ സമുദ്രത്തിലെ ജലപ്പരപ്പ് കാണപ്പെട്ടു. പ്രജകഷ മഹാമേഘം സമുപോൽഖാദ വിദ്യുതം പ്രബലവിരാജസ്യ വായോർമാർഗേ വിനിസൃത. ഹനുമാന്റെ ശീഘ്രഗതി കൊണ്ടുണ്ടായ ശക്തമായ കാറ്റ് മിന്നൽ പിണരുകളോടുകൂടിയ വലിയ മേഘത്തെ ബലമായി ആകർഷിച്ചു. സമുൽപതിതമേഘസ്യ സമുദ്ധൂത ജലസ്യ ജ സമമാസീതദാരൂപ സാഗരസ്യാംബരസ്യ ജ. ഉയർന്ന മേഘങ്ങളോടുകൂടിയ ആകാശത്തിനും തിരയടിച്ചാർക്കുന്ന സമുദ്രത്തിനും അപ്പോൾ തികച്ചും രൂപസാമ്യം ഉണ്ടായിരുന്നു. തസ്യാംബരഗതോ ബാഹോ തദുഷാദേ പ്രസാരിതോ പർവ്വതാഗ്രാദ് വിനിഷ്ക്രാന്തോ പഞ്ചാസ്യ വിവപന്നകോ. ആകാശത്തിൽ നീട്ടിയ വിരലുകളോടുകൂടിയ ഹനുമാന്റെ ഇരു കൈകൾ മഹേന്ദ്രപർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പുറത്തു വന്ന 5 തലയുള്ള 2 ഉഗ്ര സർപ്പങ്ങൾ പോലെ കാണപ്പെട്ടു. വിപന്നീവോചാഭിസോർഹിമാലം മഹാർണവം വിഭാസോരിവചാകാശം തദ്ശേഷ മഹാകവി. വാനരവീരനായ ഹനുമാൻ ഗരുഡനെ പോലെ ആകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ മേലോട്ടുയരുന്ന സന്ദർഭത്തിൽ അനന്തമായ ആകാശത്തേതും താഴോട്ടു പോകുമ്പോൾ തിരമാലകളോടുകൂടിയ സമുദ്രത്തെയും പാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനെ പോലെ കാണപ്പെട്ടു. ഗതിവേഗം കൊണ്ട് ആകാശവും സമുദ്രവും ചുരുങ്ങി ചുരുങ്ങി വരികയാൽ അവയെ പാനം ചെയ്യുന്നത് പോലെ തോന്നിപ്പോയി എന്നും മറ്റും വ്യാഖ്യാനം.
തസ്യ വിദ്യുത് പ്രഭാകാരേ വായുമാർഗാനുസാരിണ നയനേ വിപ്രകാശേതേ പർവ്വതസ്ഥാവിവാനലോ. ആകാശത്തിലൂടെ പോകുന്ന ഹനുമാന്റെ മിന്നൽപ്രഭ പോലെ തിളങ്ങുന്ന കണ്ണുകൾ പർവ്വതശിഖരത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തീജ്വാലകൾ പോലെ പ്രകാശിച്ചു. പിംഗേ പിംഗാക്ഷമുഖ്യസ്യ ബൃഹദീ പരിമണ്ഡലേ ചക്ഷുഷി സംപ്രകാശേതേ ചന്ദ്രസൂര്യ വിവോദിതോ. ഹനുമാന്റെ മഞ്ഞ നിറമുള്ള വലിയ കണ്ണുകൾ ഉദിച്ചുയരുന്ന സൂര്യചന്ദ്രന്മാരെ പോലെ കടും തുടുപ്പോടെ കാണപ്പെട്ടു. മുഖം നാസികയാ തസ്യ താമ്രയാ താമ്രമാഭവോ സന്ധ്യയാ സമഭിസ്പൃഷ്ടം യഥാ സൂര്യസ്യ മണ്ഡലം. ചുവന്ന നാസികയാൽ അരുണാഭമായ ഹനുമാന്റെ മുഖം സാന്ധ്യകാന്തി വ്യാപിച്ച സൂര്യബിംബം പോലെ ശോഭിച്ചു. ലാംഗൂലം ജാസമാവിദ്ധം പ്ലവമാനസ്യ ശോഭതേ അംബരേ വായുപുത്രസ്യ ശക്രധ്വജൈവോക്ഷിത. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വായുപുത്രന്റെ ഉയർത്തി നിർത്തിയ വാല് അവിടെ നാട്ടിയ ഇന്ദ്രധ്വജം പോലെ ശോഭിച്ചു. ലാംഗൂലചക്രേണ മഹാശുക്ലദംഷ്ടോ നീലാത്മജ വരോജത മഹാപ്രാജ്ഞ പരിവേശീവ ഭാസ്കരഃ. വെളുത്ത ദംഷ്ടങ്ങളോടുകൂടിയവനും അതിബുദ്ധിമാനും മഹാത്മാവുമായ ഹനുമാൻ ചക്രാകൃതിയെ ഉയർത്തിപ്പിടിച്ച വാലിനാൽ പരിവേഷത്തോടു കൂടിയ സൂര്യനെ പോലെ ഏറ്റവും വിളങ്ങി. വിഘ്നേശേനാഭിതാമ്രേണ ഹരരാജ സമഹാകവി മഹദാരിതേനേവ ഗിരിർഗൈരികദാതുന. പിളർന്നതും ചുവന്ന കാവി കൊണ്ട് തിളങ്ങുന്നതുമായ വലിയ മലയെന്ന പോലെ ആ മഹാകവി നല്ല പോലെ ചുവന്ന ആസനദേശത്താൽ ശോഭിച്ചു. തസ്യ വാനരസിംഹസ്യ പ്ലവമാനസ്യ സാഗരം കക്ഷാന്തരഗതോ വായുർജീമോദായിവ ഗർജതി. സമുദ്രലംഘനം ചെയ്യുന്ന വാനരശ്രേഷ്ഠന്റെ കക്ഷങ്ങൾക്കിടയിൽ പ്രവേശിച്ച വായു മേഘം പോലെ ഗർജിച്ചു. കേയതാ നിവദന്തി ഉൽക്കാഹ്യുത്തരാന്താത് വിനിസൃത ദൃശ്യതേധാനുബന്ധാജ തഥാ സ കവികുഞ്ചര. ആകാശത്തിൽ വടക്കു ദിക്കിൽ നിന്ന് ഉദിച്ച് വീഴുന്ന വാലോടുകൂടിയ കൊള്ളിമീൻ എന്ന പോലെ ധൂമകേതു ആ വാനരവീരൻ കാണപ്പെട്ടു. ധൂമകേതു അപസൂചകമാണ്. ഇവിടെ ഹനുമാന്റെ വരവ് ലങ്കയ്ക്കും രാവണനും വരാനിരിക്കുന്ന നാശത്തെ കുറിക്കുന്നു. പതത്പതംഗ സംഘാശോ വ്യായതശുശുഭേ കവി പ്രവൃദ്ധ ഇവ മാതംഗ കക്ഷയാ ഭദ്യമാനയ. ഉദയസൂര്യന് തുല്യനും ദീർഘകായനുമായ ഹനുമാൻ അരയിൽ കെട്ടിയ കച്ചയിൽ, കച്ച പറയുമ്പോൾ വസ്ത്രം, ചങ്ങലക്കിട്ട മതയാനയെ പോലെ ശോഭിച്ചു. ഉപരിഷ്ട ശരീരേണ ഛായ ചാവഗാഢയ സാഗരേ മാരുതാവിഷ്ട നൗരിവാസീത്തതാ കവിഹി. ആകാശത്തിൽ ശരീരവും സമുദ്രത്തിൽ പ്രതിബിംബവുമായി സഞ്ചരിക്കുന്ന ഹനുമാൻ കാറ്റടിച്ചു കൊണ്ടുപോകുന്ന ഒരു കപ്പൽ പോലെ കാണപ്പെട്ടു. യം യം ദേശം സമുദ്രസ്യ ജഗാമാസ മഹാകവിഃ സസ തസ്യാംഗവേഗേന സോന്മാദ ഇവ ലക്ഷ്യതേ. ആകാശത്തിൽ ഏതേത് ദിക്കുകളിലൂടെ ഹനുമാൻ സഞ്ചരിച്ചുവോ അവിടെയെല്ലാം നേരെ താഴെ അദ്ദേഹത്തിൻ്റെ ശീഘ്രഗതിയുടെ കാറ്റേറ്റ് സമുദ്രം ഭ്രാന്തമായി ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. സാഗരസ്യോർമിജാലാനി ഉരസാ ശൈലവഷ്മണ അഭിനസ്തു മഹാവേഗ പൂപ്ലുവേ സമഹാകവിഃ. അതിവേഗവാനായ ഹനുമാൻ മലയൊത്ത മാറിടത്താൽ ഉയർന്നു വരുന്ന തിരമാലകളെ തള്ളിത്തട്ടി നീക്കി പോയിക്കൊണ്ടിരുന്നു. കവിവാദശ്ച ബലവാൻ മേഘവാദശ്ച നിസ്സൃത സാഗരം ഭീമനിർഘോഷം കമ്പയാമാസ ദുർഭൃശം. ഹനുമാന്റെ ഗതിവേഗത്താൽ ഉണ്ടായ ശക്തമായ കാറ്റും വേഗത്തിൽ നിന്നടിച്ച കാറ്റും ചേർന്ന് ഭയങ്കര ശബ്ദത്തോടുകൂടിയ കടലിനെ കലക്കിമറിച്ചു. വികർഷന്നൂർമിജാലാനി ബൃഹന്തി ലവണാംബസി ഓപ്ലുവേഗഭിശാർദൂലു വികിരന്നിവരോധസി. സമുദ്രത്തിലെ വൻ തിരമാലകളെ കൂടെ വലിച്ചുകൊണ്ടുപോകുന്ന കവിവീരൻ ആകാശത്തെയും ഭൂമിയെയും വേർതിരിക്കുന്നുവെന്ന് തോന്നുമാറ് കുതിച്ച് ചെന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.